ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടോ വീണ്ടും. അപ്പോൾ ഇന്ന് നമ്മളിതൊരു പ്രോഗ്രാമിന് പോവുകയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ കല്യാണമാണ് ഗൈസ്. അപ്പോൾ കല്യാണത്തിന് വേണ്ടി ഞാനും അസമോളാണ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. അവിടുത്തെ അമ്മായിൻ്റെ വീട്ടിലേക്ക് ഒരു ചെറിയ സൽക്കാര പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടുന്ന് ഉമ്മായും താത്തയും ഐബൂസിനെയും അയച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനും അസറക്കുട്ടിയും മെല്ലെ കല്യാണ വീട്ടിലൊക്കെ ഒന്ന് കയറി വേഗം പെട്ടെന്ന് തന്നെ ഇറങ്ങിട്ടോ. കുറച്ച് ടൈം അവിടെ നിന്നിട്ടുള്ളൂ. അവിടെ ആളുകളൊക്കെ വരുന്ന മുന്നേ വേഗം കയറി ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് വീട്ടിലെത്തി വേഗം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. കല്യാണത്തിന് പോകുന്ന ഡ്രസ്സൊന്നും വേണ്ടല്ലോ, നമുക്ക് സാധാരണ നോർമൽ ഡ്രസ്സ് മതിയല്ലോ. അങ്ങനെ അതൊക്കെ ഒന്ന് മാറ്റി. അപ്പോൾ നമ്മൾ വിളിക്കാൻ വേണ്ടി അപ്പോൾ നമ്മളിതാ പോവാണ് ഗൈസ്, അമ്മായിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെയാണ് ഇന്നത്തെ പരിപാടി. എല്ലാവരും ഒന്ന് ഒത്തുകൂടാ, അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു ഉദ്ദേശം, പോക്കിൻ്റെ ഉദ്ദേശം. അല്ലാതെ വേറെ കല്യാണം അങ്ങനെ ഉള്ള ഒരു പരിപാടികളൊന്നുമല്ല. ഇടയ്ക്കൊക്കെ നമ്മളെല്ലാ ഫാമിലിയിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടാറുണ്ട്. ചിലപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ എല്ലായിടത്തും ഒന്ന് റൗണ്ട് ചെയ്ത് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഒരു കൂടലൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ പോകുന്നത് അമ്മേൻ്റെ വീട്ടിലേക്കാണ്. ഇവിടുത്തെ ഉപ്പാടെ സിസ്റ്റർ വീട്ടിലേക്കാണ് നമ്മൾ. അങ്ങനെ ഞങ്ങൾ റിഫു മോനെയും കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ റിഫു വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അപ്പോൾ അവർ വരുന്നുണ്ട്, ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നതാണ് കേട്ടോ. അങ്ങനെ അവരെത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ എത്തി ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുന്നേ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിതാ ഈ പോയിക്കൊണ്ടിരിക്കുകയാണ്, എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ അവിടെ എത്താനായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോൾ എല്ലാവരും ഇരിക്കുന്നു. അപ്പോൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ഇവിടെ അടിപൊളി തന്നെയാണ്. അപ്പം നമ്മളെന്തായാലും ഇന്നത്തെ ദിവസം അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഗൈസ്. എല്ലാവരും കൂടിയാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, ചുറ്റുള്ളതൊന്നും കാണില്ല എന്ന് പറയില്ല, അതേ ഒരു അവസ്ഥയാണ് എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഇതാ കണ്ടില്ല, എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ ഇതുപോലൊക്കെ കൂടാറുണ്ടോ ഗൈസ്? അപ്പം നമ്മളെന്നും അധികം ഞാൻ പറഞ്ഞല്ലോ കൂടാറുണ്ടെന്ന്. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് കൂടി നോക്കാം. ഇടയ്ക്കൊക്കെ എല്ലാവരും വീട്ടിൽ ആരെങ്കിലും ഒരാൾ വീട്ടിലങ്ങനെ മാറി മാറിയൊക്കെ കൂടി നോക്കാം, അടിപൊളിയായിരിക്കും. കസിൻസും താത്തമാരും അല്ലെങ്കിൽ കാക്കമാരും എല്ലാവരും ആയിട്ട് നല്ല രസമാണല്ലോ. ഇത് നമ്മുടെ മൂത്ത കാരണവരാട്ടോ ഈ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫോണ് കണ്ടപ്പോൾ ഒളിച്ചുന്നതാണ്, പുറത്തിറങ്ങിയപ്പോൾ ഞാൻ എടുത്തതാണ്. എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഇടയ്ക്ക് എല്ലാ കുടുംബത്തിലും പോയിട്ടൊന്ന് ഇങ്ങനെ സ്നേഹബന്ധമൊക്കെ നിലനിർത്താം. നമുക്ക് ഓർമ്മകൾക്കായിട്ട് ഓർമ്മകൾ കൊണ്ട് നടക്കുമ്പോൾ ഇതുപോലുള്ള നല്ല ഇതൊക്കെ വേണമല്ലോ, നല്ല ഓർമ്മകളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതുപോലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഈ ഒരു കൂട്ടായ്മ എന്നും മരണം വരെ നിലനിൽക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഫാമിലി അടിപൊളിയാണ്. എന്തായാലും നല്ല ചില്ല് ഫാമിലി തന്നെയാണ്. ഇതിൻ്റെ നീഫ് ഖാൻ്റെ ഫാമിലി കേട്ടോ ഈ കാണുന്നത് ഫുള്ളും. ഇത് നീഫ് ഖാൻ്റെ ഉപ്പാടെ ഫാമിലി കേട്ടോ ഈ വരുന്നതൊക്കെ. അപ്പോൾ ഫുൾ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇതിൽ കുറച്ച് ആൾക്കാർ പുറത്താണ്, അതുകൊണ്ട് അവർ മിസ്സിങ് ആണ് ഈ ഒരു കൂട്ടായ്മയിൽ. അവരെ എപ്പോഴും ഞങ്ങൾ മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ അമ്മായി. അപ്പോൾ എന്തായാലും ഞങ്ങൾ എന്തായാലും അടിച്ച് പൊളിച്ചിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ നമ്മൾ കൂടുമ്പോഴേ ഞങ്ങൾക്ക് എപ്പോഴും ഈ ഒരു കളി ചിരിയുന്ന ഉദ്ദേശത്തിൽ ഈ സംസാരം മാത്രമല്ല, ഞങ്ങൾ കുറേ ഗെയിമുകളായിട്ട് കളിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും കുട്ടികളായിട്ട് മാറും എന്നുള്ളതാണ് സത്യം. അപ്പോൾ വലിയ ആൾക്കാർ ആ ഒരു ഇതൊന്നും മാറിയിട്ട് ഞങ്ങൾ എല്ലാവരും കുട്ടികളായിട്ട് ഈ കാണുന്നവരൊക്കെ കുട്ടികളായിട്ട് മാറും എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ഞങ്ങൾ ഓടിക്കളിക്കും, തൊട്ടടിക്കും, ഒളിച്ചളിക്കും, അല്ലാതെ ഇരുന്ന് കുറേ ഗെയിംസ് കളിക്കും. അതിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ടത്തെ കുട്ടികൾ ഓർമ്മ ഉണ്ടോ? എല്ലാവർക്കും ഈ അടിപിടി ഉണ്ടാക്കണം ആ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊരു രസമാണ് കേട്ടോ. ഈ ഒരു രസമൊക്കെ എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. എപ്പോഴും ഇതുപോലൊക്കെ ഒന്ന് കൂടി നോക്കാം. ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കാം. എപ്പോഴും മനസ്സ് റിലാക്സ് ആക്കുന്നത് ഏറ്റവും നല്ലതല്ലേ. അത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഫാമിലിയായിട്ട് ഒത്തു പോകുമ്പോഴാണ് കൂടുതൽ ആ ഒരു സന്തോഷം നമുക്ക് കിട്ടുക. പലർക്കും പല രീതിയിലായിരിക്കും കിട്ടുക സന്തോഷങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ചിലർക്ക് ഫാമിലി ആയിട്ടുള്ള ഈ ഒരു ഒത്തൊരുമയായിരിക്കും കൂടുതലായിട്ട് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത്, ചിലർക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരിക്കും. അങ്ങനെ നമ്മളിതാ പോകാനുള്ള ടൈം ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ഓരോരുത്തർ ഇറങ്ങുകയാണ്. ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു 11-11:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.